അനന്തങ്കാട്. ഫസ്റ്റ് ഓഫ് ഓൾ മുരളി ഗോപി. അടിപൊളി. മുരളി ഗോപി നിങ്ങൾ പൊളിയാണ്. തിരക്കഥയല്ല, നിങ്ങളുടെ റൈറ്റിംഗ് അല്ല, നിങ്ങളുടെ അഭിനയം. നമ്മൾ ഈ സിനിമയുടെ മാർക്കറ്റിങ്ങും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അതായത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത്, ഇവൻ പോസ്റ്റർ പോലും കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത് ആര്യയാണ് മെയിൻ ക്യാരക്ടർ എന്ന്. ആര്യ ഒരു മെയിൻ റോള് തന്നെയാണ്, പക്ഷേ എനിക്കിതിനകത്ത് ആര്യ ഒരു പ്രൊട്ടാഗണിസ്റ്റായിട്ട് തോന്നിയില്ല. ബട്ട് മുരളി ഗോപി എനിക്ക് തോന്നി. മുരളി ഗോപിയുടെ ക്യാരക്ടർ അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആള് റൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, ആളിനറിയാം ആ ക്യാരക്ടറിൻ്റെ മീറ്റർ. എനിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രസികൻ, പഴയ രസികൻ സിനിമയിൽ നമ്മുടെ ദിലീപ് അഭിനയിച്ച ആ സിനിമയിൽ ലാസ്റ്റ് മുരളി ഗോപി വരുന്നുണ്ട് ഒരു വില്ലനായിട്ട്. അപ്പോൾ ആ വില്ലൻ ആ സിനിമയിൽ ആദ്യം തൊട്ടേ കൊടുക്കുന്നൊരു ബിൽഡപ്പ് ഉണ്ട്. ആ ബിൽഡപ്പിനൊത്തൊരു സാധനമാണ് ലാസ്റ്റ് മുരളി ഗോപി അവിടെ ചെയ്തിരിക്കുന്നത്. ആ സാധനമായിട്ട് എനിക്ക് നല്ല കണക്റ്റായി ഈ ക്യാരക്ടറിനെ. പിന്നെ വേറൊരു കാര്യം, കഥ. മുരളി ഗോപിയുടെ അമ്പോ അടിപൊളി കഥ എന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഓണസ്റ്റ്ലി പറയാം, ഇവിടെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടു. ഒരുപാട് പേര് കമൻറ്റിലും ഒരുപാട് പേര് റിവ്യൂസൊക്കെ ഇട്ട് ഞാൻ കണ്ടു. അമ്പോ അന്യായം, ഗംഭീര സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. പുള്ളി എഴുതിയതിൽ ഡീസൻ്റ് ഒരു കഥയാണിത്. പുള്ളിക്ക് ഇങ്ങനെ കഥ എഴുതിക്കൂടാതൊന്നും പറയാനുള്ള അധികാരമൊന്നും നമുക്ക് ആർക്കും ഇല്ല. പുള്ളി എഴുതിയതിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഡയലോഗ്സ് എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നോർമൽ ഒരു എന്താ പറയുക, ഒരു ഹ്യൂജ് ലെവലിൽ കാണിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചിട്ടുണ്ടാവാം. ആർട്ട് ടീം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആർട്ട് VFX പലയിടത്തും ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. മെയിനായിട്ട് പറയാനാണെങ്കിൽ ആ വണ്ടിയിലിരുന്നൊക്കെ ഓട്ടിക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. അതിനകത്തൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ചിരി വരും, കോമഡി വരും. ബട്ട് അതൊന്നും അല്ലല്ലോ കഥയും, അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയും നമ്മൾ കൺവിൻസ് ആയോ എന്നുള്ളത് വെച്ചിട്ടാണ് ഒരു പടം എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ടത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ പടം അത്രയ്ക്ക് വർക്കായില്ല. പേഴ്സണലി മൈ ഒപ്പീനിയൻ, എനിക്ക് വർക്കായില്ല. കാരണം ഈ കഥ ഇങ്ങനെ തന്നെ എടുത്ത് അടിപൊളിയായിട്ട് നല്ല മാസ്സായിട്ട് കിടിലനായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ എഴുതിയ കഥയാണിത്. അല്ലെങ്കിൽ പോട്ടെ, ഒരു ക്ലാസിക്കായിട്ട് ചെയ്യാനും പറ്റുമായിരുന്നു ഈ പടം. മാസ്സാക്കണ്ട, ഒരു നൈസായിട്ടൊരു ക്ലാസിക് പോലെ പോകാൻ പറ്റുമായിരുന്നു. ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ. ബട്ട് ഇവിടെ എനിക്ക് അത്ര വർക്കായില്ല. കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഈ സിനിമ. അതായത് ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാവും, ഒന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാളിപ്പോവും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു സാധനം. ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ല. അങ്ങനെ ഒരു സാധനമാണിത്. പിന്നെ ആര്യയുടെ ക്യാരക്ടർ പറയാനാണെങ്കിൽ ആര്യ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആര്യ ഒരു ഭയങ്കര സംഭവമാണെന്നൊന്നുമല്ല ആര്യ ചെയ്തിട്ടുണ്ട്. ആര്യക്ക് കൊള്ളാം. പക്ഷേ ഇത്ര നല്ല കാസ്റ്റ് ഉണ്ടായിട്ടും, ഇത്രയും നല്ല കഥ ഉണ്ടായിട്ടും, കഥ നല്ലതെന്നല്ല ഞാൻ പറയണം, നല്ലൊരു കഥ, ഡീസൻറ്റ് കഥ ഉണ്ടായിട്ടും എന്താണ് ഈ പടത്തിൽ പിഴച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ ബോറിംഗ് ആയിട്ടാണ് തോന്നി. പല സീനിലും വലിച്ചു നീട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഇതായിരിക്കും. ബി ജി എം ഒക്കെ ഓക്കെ. ചില ബി ജി എം ഒക്കെ എനിക്ക് 1-2 BGM എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എന്നിരുന്നാലും ഈ എഡിറ്റിങ്ങിൽ ഈ സ്ലോ മോഷൻ ഇടുന്നതും ഒരു എന്താ പറയുക, ആവശ്യമില്ലാത്തടത്തൊക്കെ BGM കുത്തിക്കയറ്റുന്ന പരിപാടി, അതൊന്നും എനിക്ക് വർക്കായില്ല, സത്യം പറയാമല്ലോ. പിന്നെ ചിലയിടത്തൊക്കെ എന്താ പറയുക, ആര്യ കാണിക്കുന്ന ഐറ്റവും നമ്മുടെ മുരളി ഗോപി കാണിക്കുന്ന കുറേ ഡയലോഗും കാര്യങ്ങളും ഒക്കെ വർക്കായി. ബട്ട് അതൊന്നും എന്താ പറയുക, പടത്തിനൊരു ഒരു 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 താങ്ങ് കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. പണ്ട് മൃണാൾ പറഞ്ഞില്ലായിരുന്നു, മൃണാളിൻ്റെ വ്ളോഗിനകത്ത് പറഞ്ഞില്ല, ബിരിയാണി ആ റൈസും ചിക്കനും തമ്മിലൊരു ബന്ധം ഇല്ല എന്നുള്ള സാധനം. അത് തന്നെ ഒരു ഈ സംതിങ്, ഒരു ബന്ധത്തിൻ്റെ കുറവ് ഇവിടെ ഉണ്ട്. ആ ഒരു സാധനം ഇതിനകത്ത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ടത് പിന്നെ തിരുവനന്തപുരം സ്ലാങ്ങിൽ ഇവർ സംസാരിച്ചിരിക്കുന്നത്. എടോ, ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. എനിക്കറിയാം തിരുവനന്തപുരത്തുകാരെങ്ങനെ സംസാരിക്കുന്നത്, ചൂളയിലുള്ളവരെങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്കറിയാം. ചെങ്കച്ചൂളയിലുള്ളവർ സംസാരിക്കുന്നത്, ട്രിവാൻഡ്രം സിറ്റിയിൽ സംസാരിക്കുന്നത്, നെടുമങ്ങാട് സംസാരിക്കുന്നത്, വർക്കല സംസാരിക്കുന്നത്, ചിറയൻകീഴ് സംസാരിക്കുന്നത്, ഇതെല്ലാം ഓരോ ശൈലിയാണ്. ഈ സിറ്റിയിൽ തന്നെ 2-3 ശൈലിയിൽ സംസാരിക്കും. അപ്പോൾ ഈ സംസാരിക്കുന്ന കണ്ടപ്പോൾ എടേ എന്തിരടേ എടുത്ത് ചെവളാൾ കുത്തി കീറുടെ ഈ സാധനമൊന്നും അല്ല. ഒരു പ്രത്യേക രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതൊന്നും പകർത്തിയെടുക്കാൻ ഇവിടെ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തിരുവനന്തപുരം ഈ കളിക്കാവിളയെന്ന് ബോർഡർ ഉണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരം പാറശാല, ആ കളിക്കാവിള, ആ ബോർഡറില്ലേ, ഈ ബോർഡർ ഭാഗത്ത് സംസാരിക്കുന്ന ഒരു സ്ലാങ് ഉണ്ട്. ആ സ്ലാങ് നല്ല രീതിയിൽ നമ്മുടെ കളങ്കാവലിൽ മമ്മൂട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സ്ലാങ് പുള്ളി
വൃത്തിക്ക് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാം. ഞാൻ മമ്മൂട്ടിയെ പ്രൈസ് ചെയ്യുകയൊന്നുമല്ല. പക്ഷെ ആ ചെയ്തതിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ സംസാരിക്കുന്നവരെ എനിക്കറിയാം. എന്നെ പ്ലസ് ടുവിനൊക്കെ പഠിപ്പിച്ച എൻ്റെ സാറ്, എൻ്റെ അക്കൗണ്ടൻസി സാറ്, പുള്ളി ഇതുപോലെ സംസാരിക്കും. നമ്മുടെ കളങ്കാവലിൽ മമ്മൂട്ടി സംസാരിക്കുന്ന പോലത്തെ ഒരു സംസാരമാണ്. പിന്നെ പടത്തിലെ ഫൈറ്റ് ശോകമാണ്. ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തത് ശോകമാണ്. അധികം നല്ല രീതിയിൽ ചെയ്യായിരുന്നു. അത് ആ കൊറിയോഗ്രാഫി എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ആണോ എന്നെനിക്കറിയത്തില്ല. എനിക്കൊരു ശോകം. പിന്നെ ഈ പടത്തിനകത്ത് എടുത്തു പറയേണ്ട സീനുകളൊന്നും ഇല്ല. വലുതായിട്ട് പറയേണ്ട സീനൊന്നുമില്ല. ആകെ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. ആ പയ്യൻ്റെ കയ്യിലെ ചരട് മുറിച്ചതിന് മുരളിഗോപി ഒന്ന് ചോദിക്കുന്നത്. അതിവിടെ ഗ്ലിംസസ് ആയിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് വർക്കായ ഒരു സാധനം പറയാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ്സ്, അപ്രോക്സ് 10 മിനിറ്റ്സ് ഉണ്ട്. ടൈറ്റിലൊക്കെ വരുന്നതിന് മുന്നേ ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ ആര്യയുടെ ക്യാരക്ടറിനെ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് നന്നായിട്ട് വർക്കായി കേട്ടോ. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യാൻ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന അത് കഴിഞ്ഞിട്ടുള്ളൊരു സീനുണ്ട്. നമ്മുടെ ഈ മെയിൻ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ദ്രൻസ്, മുരളിഗോപി, അപ്പാനി ശരത്ത് ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുണ്ട്. അതിലൊക്കെ എനിക്ക് വർക്കായി. അതും കൊള്ളാം. ഓക്കെയാണ്. ആ സീനും കൊള്ളാം. അല്ലാതെ പിന്നെ പടത്തിൽ എടുത്തു പറയാനായിട്ട് സാധനങ്ങളൊന്നും എനിക്കില്ല. അപ്പാനി ശരത്തൊക്കെ നല്ല അഭിനയം. അപ്പാനി ശരത്തിൻ്റെ ഒക്കെ അഭിനയം ഒന്നും പറയാനില്ല. അപ്പാനി ശരത്തൊക്കെ വെറുപ്പിക്കാതെ നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, അപ്പാനി ശരത്തിൻ്റെ ആ ഒരു പഴയ നമ്മുടെ അങ്കമാലി ഡയറീസിൽ ആ സാധനമൊന്നും അല്ല ആളിട്ടേക്കുന്ന. ആൾ വേറെ ഐറ്റം അതിനകത്ത് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. നല്ല രസമുണ്ട് ആളുടെ ഒരു ഇത്. ആളാണ് ഇതിനകത്തൊരു കറക്റ്റ് ട്രിവാൻഡ്രംകാരൻ എന്ന് എനിക്ക് തോന്നിയത്. ആൾ ആ ഒരു സംസാര രീതിയൊക്കെ എനിക്ക് മനസ്സിലായി. കേട്ടപ്പോൾ മനസ്സിലായി. ആൾ ട്രിവാൻഡ്രംകാരനാണെന്ന് തോന്നുന്നു. യെസ്, ട്രിവാൻഡ്രംകാരനാണ്. അപ്പം അത്രേ ഉള്ളൂ. പടം അത്ര വലിയ തരക്കേടില്ല എന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ലേ. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയൂ. ബൈ.